വർഷം 1971 തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ കലാമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നാടക മത്സരമാണ്. 6ാം ക്ലാസ് കുട്ടികൾ വരിയായി സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. നാടകത്തിൻ്റെ പേര് കമ്പ്യൂട്ടർ ബോയ്. അതിൽ 90കാരൻ്റെ വേഷം ചെയ്ത 11കാരൻ്റെ പ്രകടനം കാണികളുടെ മനസ്സിൽ കയറിപ്പറ്റി. എന്ത് ഭംഗിയായാണ് അവൻ അഭിനയിക്കുന്നത്. എന്താണ് അവൻ്റെ പേര്? സദസ്സിൽ നിന്നാരോ വിളിച്ചു പറഞ്ഞു, മോഹൻലാൽ. അതെ, പിന്നീട് അഭിനയ കലയുടെ 6ാം തമ്പുരാനായി പതിറ്റാണ്ടുകളായി മലയാളി വിസ്മയിപ്പിക്കുന്ന മോഹൻലാൽ. 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായാണ് മോഹൻലാൽ ജനിക്കുന്നത്. വിശ്വനാഥൻ നായർ കേരള സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവനന്തപുരത്തെ മുഴുവൻ മുകളിലെ തറവാട്ടി വീട്ടിലായിരുന്നു മോഹൻലാലിൻ്റെ കുട്ടിക്കാലം. തിരുവനന്തപുരം മോഡൽ സ്കൂളിലാണ് താരം തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തോട് അങ്ങനെ ആർത്തി ഉണ്ടായിരുന്നു ലാലിന്. സ്കൂൾ കലാമേളയിലെല്ലാം മിന്നും താരമായി. സ്കൂൾ കാലഘട്ടത്തിന് ശേഷം തിരുവനന്തപുരം MG കോളേജിൽ ചേർന്ന മോഹൻലാലിൻ്റെ അക്കാലത്തെ കൂട്ടുകാരായിരുന്നു പ്രിയദർശനും മണിയമ്പിള്ള രാജു. ആ സൗഹൃദം പിന്നീട് സിനിമകളായി മാറി. ഇന്നും പ്രിയൻ ലാൽ ചിത്രങ്ങൾ മലയാളിയുടെ ഇഷ്ട ചോയ്സാണ്. വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമകൾ കൊണ്ട് എത്ര തവണയാണ് പ്രിയദർശനും മോഹൻലാലും വെള്ളിത്തിരയിലെത്തിയത്. സിനിമ ഉള്ളിൽ അങ്ങനെ കത്തി നിന്ന ആ 18കാരൻ്റെ ചിന്ത എങ്ങനെ ബിഗ് സ്ക്രീനിൽ എത്തുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെയാണ് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഭാരത് സിനി ഗ്രൂപ്പ് എന്ന നിർമ്മാണ കമ്പനി നിർമ്മിച്ച തിരനോട്ടം ചിത്രത്തിൽ ലാൽ മുഖം കാണിക്കുന്നത്. മോഹൻലാൽ എന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരത്തിൻ്റെ ആദ്യ രംഗം. ചിത്രത്തിൽ ഒരു ഹാസ്യവേഷത്തിലായിരുന്നു ലാൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ചിത്രം റിലീസ് ചെയ്തില്ല. അഭിനയിച്ച ആദ്യ സിനിമ വെളിച്ചം കണ്ടില്ല. അവിടെ നിന്നും 2 വർഷം കഴിഞ്ഞൊരു ക്രിസ്മസ് രാവിലേക്ക് കാലം ചിലത് കാത്തുവച്ചിരുന്നു. 80-ലെ ക്രിസ്മസിനൊപ്പം മറ്റൊരു മഞ്ഞ് കണം കൂടി പെയ്തിറങ്ങുന്നതിന് മലയാളി സാക്ഷിയായി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലൻ ജനിക്കുന്നു. മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് മോഹൻലാൽ എന്ന നടൻ കയറിയിരിക്കുകയായിരുന്നു. തുടർന്നങ്ങോട്ട് മോഹൻലാലിൻ്റെ ജൈത്രയാത്ര തുടരുകയായിരുന്നു. അവിടെ നിന്ന് കേവലം 6 വർഷം കൊണ്ട് സൂപ്പർ താര പദവിയിലേക്കും. 1983 25ഓളം സിനിമകളിലാണ് മോഹൻലാൽ അഭിനയിച്ചത്. വില്ലനായി വന്നവൻ പിന്നീട് നായകനായി മാറുന്ന കാഴ്ച കണ്ട ഒരു പതിറ്റാണ്ട്. അയാളുടെ മാനറിസങ്ങളും മുഖത്തെ ചലനങ്ങളും മലയാളിക്ക് അതുവരെ പരിചയമില്ലാത്ത ഒന്നുകൂടിയായിരുന്നു. തൻ്റെ 27ാം വയസ്സിലാണ് തൂവാനത്ത് മുകളിലെ ജയകൃഷ്ണനായി ആ പ്രതിഭ നമ്മളെ വിസ്മയിപ്പിച്ചത്. പിന്നെ എത്രയെത്ര ചിത്രങ്ങൾ. സത്യനന്ദിക്കാടും ഭരതനും സിബി മലയിലും പ്രിയദർശനും തുടങ്ങി മലയാളത്തിലെ പ്രതിഭാധരനോടൊപ്പം മോഹൻലാലിൻ്റെ യാത്ര. 91 ഭരതവും 92 സതയവും. ആ മനുഷ്യൻ പകർന്നാടിയ വേഷങ്ങൾ കണ്ട് മലയാളി കണ്ണു തള്ളി. പക്ഷെ 93 ദേവാസുരത്തിലെത്തിയപ്പോൾ അതുവരെയുള്ള നായക സങ്കല്പങ്ങളെ അയാൾ പൊളിച്ചു പണിതു. പിന്നെ സ്ഫടികവും 6ാം തമ്പുരാനും. അപ്പോഴേക്കും മോഹൻലാൽ നടൻ ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലെത്തിയിരുന്നു. 2000-ന് ശേഷം അയാളോളം തിയേറ്റർ നിറക്കാൻ മറ്റാരുമില്ലെന്ന പറച്ചിൽ വരെ എത്തി. മുണ്ടുമടക്കി കുത്തി മീശ വിരിച്ച് അയാൾ അങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിന്നു. നരസിംഹവും നരനും നാട്ടുരാജാവും അലീബായും അങ്ങനെ തുടരെ മാസ് ഹീറോയായി നിറഞ്ഞ മറ്റൊരു പതിറ്റാണ്ട്. ഇതിനിടയിൽ കണ്ണുകൾ കൊണ്ടും വിരലുകൊണ്ടും അഭിനയിക്കുന്ന നടനായി മറ്റൊരു മോഹൻലാലും. 80കളിൽ കൂടിയ കുടുംബ പ്രേക്ഷകർ മോഹൻലാൽ നടനെ ഒരു ഘട്ടത്തിലും കൈവിട്ടില്ല. അവർ അയാളെ ചെറുത്ത് പിടിച്ചു. ലാലേട്ടൻ എന്ന് ഇഷ്ടത്തോടെ വിളിച്ചു. 2010-ന് ശേഷമാണ് ലാൽ തൻ്റെ ഗിയർ ചേഞ്ച് ചെയ്തത്. അതിനുശേഷമാണ് വലിയ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കുതിക്കാൻ അയാൾ തുടങ്ങിയത്. വീഴ്ചകളോളം തന്നെ വലിയ വിജയങ്ങൾ. പാൻ ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടില്ലാത്ത കാലത്ത് അയാളോളം മറ്റൊരു മലയാള നടനും അന്യഭാഷയിൽ പോയി അങ്ങനെ വിസ്മയിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 44 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഇന്ത്യയൊട്ടാകെ ആരാധകരെ സൃഷ്ടിച്ച മോഹൻലാൽ 2 തവണ മികച്ച നടനടക്കം 5ഓളം ദേശീയ അവാർഡുകളും 9ഓളം തവണ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പരാജയത്തിൻ്റെ കൈപ്പിനീര് കൊടുക്കുകയായിരുന്നു മോഹൻലാലിൻ്റെ കരിയർ. അവിടെ ജീത്തു നേര് കൊണ്ടുവന്ന് അയാളെ തിരിച്ചുവരവിൻ്റെ കാഹളം മുഴക്കി. വാലിബനൊന്ന് കാലിടറെങ്കിലും മലയാള സിനിമയിലെ മറ്റൊരു മൈൽ സ്റ്റോണാണ് ആ സിനിമയും മോഹൻലാൽ കഥാപാത്രവും. മലയാളത്തിലെ ഇനി വരാനുള്ള ഏറ്റവും വലിയ റിലീസ് ഏതാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് എമ്പുരാനാണ്. ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തിൻ്റെ ലുക്ക് പോലും ആരാധകർ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. അഭിനയത്തിൽ വിസ്മയിപ്പിച്ച താരത്തിൻ്റെ സംവിധാന അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് ബറോസിലൂടെ മലയാളി. ഓരോ തവണ പരാജയ ചിത്രങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വയം സുണം ചെയ്തെടുത്ത നവഭാവത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുകയാണ് മോഹൻലാൽ. കാരണം അയാൾ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ്. ഒരു വീഴ്ചയിലും മലയാളി കൈവിടാതെ ചേർത്ത് പിടിക്കും. ഇനിയുമേറെ വിസ്മയങ്ങൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് അതിനർത്ഥം.